ഹലോ, ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. നമ്മളിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാനുണ്ട്. കുറച്ചൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ വർഷത്തെ, അതെല്ലാം കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതൊക്കെ മേടിക്കാൻ പോകണം, പിന്നെ റിസപ്ഷന് പോകണം, അങ്ങനെ 1-2 പരിപാടികൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എന്തേലും പറയോ? അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്നേക്കാണ്. കല്യാണമല്ല, റിസപ്ഷൻ. കല്യാണം ഉച്ചയ്ക്ക് കഴിഞ്ഞു, നമ്മൾ കല്യാണത്തിന് എത്താൻ പറ്റില്ല. തന്നെ പറയും എന്താ പറയണ്ടേ? നമ്മൾ എവിടെ റിസപ്ഷൻ വിച്ചു പറ 2 വാക്ക്. ഇതാര കല്യാണമായിരുന്നു? കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണം. കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണം. നിനക്ക് എന്തൊരു സങ്കടം? എനിക്ക് സങ്കടം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അത്ര സന്തോഷം തോന്നാറില്ല. കൈ കാണിക്കേ, ഇങ്ങോട്ട് നീട്ടി കാണിക്കേ. സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങോട്ടെ. ഇതെന്താണിത്? ടൂത്ത് പിക്ക് കൊണ്ടോ? പോയി വന്ന് എന്താ അവന് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എവിടെ പോയി? ഞങ്ങൾ ഫുഡ് അടിച്ചിട്ട് വരാം. ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ല. കോയിൻ പൊറോട്ട. അങ്ങനെ നമ്മുടെ മാരേജ് റിസപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് പോകാൻ നമ്മൾ കുറച്ച് എന്താ പറയുക, നല്ല സാധനങ്ങൾ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ തിരക്കില്ല, കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 22nd അപ്പോൾ ഏകദേശം എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കയറി. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. കുറേയൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ക്രിസ്മസ് എല്ലാ വർഷവും വരുമല്ലോ. ഒറിജിനൽ ആണോ? എത്ര രൂപയുണ്ട്? 500. പിന്നെ അതിൽ കുറേ നോട്ടുണ്ട്. 500 മാത്രമല്ല, 100 200. ഇതിൽ പടക്കം മറ്റേ സാധനം അല്ലാന്ന് എനിക്കറിയാം. ഇതെടുക്കണ്ട. ഇതെടുക്കുന്നുണ്ടോ? ബോൾ എടുക്കുന്നുണ്ടാവും. ബോൾ 2 സെറ്റ് എടുക്കാം. ബോൾ അവിടെ ഉണ്ടടാ. ഉണ്ടാർപ്പം.
അതൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞില്ലേ? ഇതെടുത്താ മെരി ക്രിസ്മസ് പിന്നെ ആ പൊളിയായിട്ടുണ്ട്. ഇത് സ്ഥിരമാക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. കൊള്ളാമോ? നല്ല കാര്യം. ഡ്രസ് മേടിക്കുന്ന പാപ്പാനി ഇതൊക്കെ മൂക്കിലോ അവിടെ തന്നെ വായ തന്നെ. ഇനി കണ്ണാടി കൂടെ വെക്ക്. വെക്ക് വെക്ക്. നിങ്ങളുടെ കൊണ്ട് കൊടുക്കും. മമ്മക്ക് പഴം മേടിക്കും. ഇതൊന്നോ വാ 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 നടക്ക. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി എന്തായാലും പുറത്തിറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചൊരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ലൊരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ പോക്ക് വർക്കല വരെ എത്തി കേട്ടോ. വർക്കല നമുക്കൊരു കരോൾ ടീമിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് കാണാം. അതുകൂടെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചായ? ചായ നല്ല ചായ. ചായ വാട്ട ചായ ആണെങ്കിലും ആംബിയൻസ് വാട്ടയല്ല. കൊള്ളാം അല്ലേ? കൊള്ളൂല്ലേ ചായ? ഇവര് ഹിന്ദി കുട്ടികളാ? അവർ അടിപൊളിയായിട്ട് കളിച്ചു.